നമസ്കാരം. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടുപോലെ പാടിക്കൊണ്ട് നടന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഇനി നിർണായകമായ ദിവസങ്ങൾ. ഗാന്ധി കുടുംബത്തിൽ നിന്ന് വന്ന കുഞ്ഞു കുട്ടിയെ പോലെയാണ് രാഹുൽ ഗാന്ധി അമിത്ഷായ്ക്ക് നേരെ വാ തുറന്നത്. അതിങ്ങനെ പണിയാകുമെന്ന് അറിഞ്ഞിരുന്നില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കൊലപാതക കുറ്റം ചുമത്തപ്പെട്ടയാളെന്ന് അധിക്ഷേപിച്ച രാഹുൽ ഗാന്ധിയോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ ഉത്തർപ്രദേശ് കോടതി അറിയിച്ചിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ MLA MP കോടതിയിലാണ് ജൂലൈ 2-ന് ഈ അപകീർത്തി കേസിൽ നേരിട്ട് ഹാജരാകാൻ രാഹുൽ ഗാന്ധിയോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടെ വിവാദങ്ങൾക്ക് വീണ്ടും തിരിതെളിയുകയാണ്. ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടിയായാണ് രാഹുലിനെതിരെ ഇപ്പോൾ കേസ് വീണ്ടും നിലവിൽ വരുമ്പോൾ ശിക്ഷയടക്കമുള്ള കാര്യങ്ങളും ആലോചിക്കേണ്ടിയിരിക്കേണ്ട അവസ്ഥയാണിപ്പോൾ. രാഹുൽ ഗാന്ധി അഴിക്കുള്ളിലാകുമോ എന്നത് നോക്കിക്കാണണം. മോദിയുടെ 3-ാം വരവിൽ രാഹുൽ ഗാന്ധിക്കും കുടുംബത്തിനും ശനിദശയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം 2ാം UPA സർക്കാരിന്റെ കാലത്ത് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി കേസ് ഇറ്റലി ഈ കേസ് കണ്ടുപിടിച്ചിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണമാണെന്നാണ് അന്ന് ഇറ്റലി തന്നെ പറഞ്ഞിരുന്നത്. സോണിയാഗാന്ധി അഴിമതി നടത്തിയെന്നും തെളിഞ്ഞു. 600 കോടിയുടെ അഴിമതിയാണ് നടന്നത്. ഇന്ത്യയുമായുള്ള ഉച്ചകോടിക്ക് പോയ പ്രധാനമന്ത്രിക്ക് ഇറ്റലി ഈ അഴിമതി അടങ്ങിയ ഡോക്യുമെന്റ്സ് എല്ലാം നൽകിയെന്നാണ് വിവരം. ഇതോടെ എല്ലാ രീതിയിലും കോൺഗ്രസ് പെട്ടുപോകുന്ന ഒരവസ്ഥയാണ്. 2018 മെയ്യിൽ കർണാടക തിരഞ്ഞെടുപ്പിനിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ വിവാദ പരാമർശം നടന്നത്. സത്യസന്ധവും സംശുദ്ധവുമായ രാഷ്ട്രത്തിലാണ് വിശ്വസിക്കുന്നതെന്ന് BJP അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരു കൊലപാതക കേസിൽ പ്രതിയായ പാർട്ടി അധ്യക്ഷനാണ് അവർക്കുള്ളതെന്ന് രാഹുൽ ഗാന്ധി അമിത്ഷായെ കുറിച്ച് പറഞ്ഞു. ഇതാണ് പരാതി. അന്ന് അമിത്ഷാ ആയിരുന്നു BJP അധ്യക്ഷൻ. 2005-ൽ ഗുജറാത്തിൽ ആഭ്യന്തര സഹമന്ത്രിയായിരിക്കെ നടന്ന വ്യാജ ഏറ്റുമുട്ടലിൽ കേസിൽ ഷായെ മുംബൈയിലെ പ്രത്യേക CBI കോടതി വെറുതെ വിട്ടിരുന്നു. കേസിൽ കഴിഞ്ഞ ഡിസംബറിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് ഫെബ്രുവരി 20-ന് അമേഠിയിൽ ഭാരത് ജോഡോ ന്യായ് യാത്രക്കിടെ യാത്ര നിർത്തിവെച്ച രാഹുൽ കോടതിയിലെത്തി ജാമ്യം നേടി. കേസിൽ കക്ഷി ചേർക്കാൻ ആവശ്യപ്പെട്ട് രാം പ്രതാപിന്റെ ഹർജിയും കോടതി പരിഗണിച്ചു. രാം പ്രതാപ് സംഭവത്തിൽ ഇരയോ വിഷയവുമായി ബന്ധമുള്ള ആളോ അല്ലാത്തതിനാൽ ഹർജി പരിഗണിക്കേണ്ടതില്ലെന്ന് വാദിഭാഗം അഭിഭാഷകൻ സന്തോഷ് കുമാർ പാണ്ഡെ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ കാശി പ്രസാദ് ശുക്ലയും രാം പ്രതാപിന്റെ ഹർജിയെ എതിർത്തു പറഞ്ഞു. വാദങ്ങൾ കേട്ട കോടതി അടുത്ത വാദം കേൾക്കുന്ന തീയതിയിൽ രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരുന്നു. അമിത്ഷായ്ക്കെതിരായ ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന് കാട്ടി 2018-ലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. BJP നേതാവ് വിജയ് മിശ്രയാണ് രാഹുലിനെതിരെ അന്ന് പരാതി നൽകിയത്. ഏതായാലും രാഹുൽ ഗാന്ധി വീണ്ടും വലിയ രീതിയിലുള്ള കുരുക്കിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്.